എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ചില സിനിമാ താരങ്ങളുടെ ശ്രദ്ധാനുകരണമാണ്. ആദ്യമായി മലയാള സിനിമയിൽ എവർഗ്രീൻ എന്നറിയപ്പെടുന്ന നമ്മുടെ പ്രേമനായകനായ ശ്രീ പ്രേംനസീറിനാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് നിരീക്ഷിക്കാം. പ്രിയമുള്ള എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ അവിനീതമായ നമസ്കാരം. ഇവിടെ ഷീലയ്ക്കും ഷാർലയ്ക്കുമെല്ലാം അസുഖം തന്നെയില്ലേ? അവിടെ പിന്നെ ശില്പശില്പുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അടുത്തതായി മലയാള സിനിമയിൽ ഗിയർ മാസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു താരമുണ്ട്. അത് പണ്ടുകാലങ്ങളിൽ ഉള്ളതല്ല, ഇപ്പോൾ മിമിക്രിക്കാർ അങ്ങനെ ആക്കിയെടുത്തൊരു താരമാണ് ശ്രീ സത്യൻ മാഷ്. അദ്ദേഹത്തെ നമുക്ക് നോക്കാം. അമ്മേ അമ്മേ, എല്ലാവരും പറയുന്നു ഉമ്മൻചാണ്ടിയും സരിതയുമായി ലിംഗോഡാൾഫിയാണെന്ന്. ശരിയാണോ അമ്മേ? ഞാൻ നാളെ അമേരിക്ക പോവുക. പോയി വരുമ്പോ അമ്മയ്ക്കൊരു സോളാറ് വാങ്ങിക്കൊണ്ടുവന്ന് തരാം. വരട്ടെ അമ്മേ. താങ്ക് യു. അടുത്തതായി മസലിയുടെ രാജാവായ ശ്രീ ജയൻ. നീയല്ലേ തലബലി സജീവ്, നീ അധികം സംസാരിച്ചാൽ നിന്റെ എല്ലിനും കൊടും പല്ലിങ്കണം കുറയും. സോറി ഗൈസ്, പേഴ്സ് കരുതി ഡാൻസിന്റെ പോക്കറ്റിട്ടത് സിമെന്റ് ഷാക്കായിരുന്നു. താങ്ക് യു. അടുത്തതായി നമ്മുടെ സ്ത്രീകളുടെ പേടി സ്വപ്നമായ ഒരു താരമാണ് ശ്രീ KP ഉമ്മർ. അദ്ദേഹത്തിന്റെ ശബ്ദം നോക്കാം. വിലാസിനി, ഞാനൊരു വികാര ജീവിയാണ്. നിന്റെ വികാരഭരിതമായ മുഖം കാണുമ്പോൾ ഞാനൊക്കെ കോരിത്തരിച്ചു പോകുന്നു. സഹകരിച്ചാൽ സഹകരണ, ഇല്ലെങ്കിൽ ബാലകലാസംഘം ഓർമ്മിരിക്കട്ടെ. നമ്മുടെ പ്രിയങ്കരനായ തൃപ്പൂണിത്തറക്കാരൻ ശ്രീ MS തൃപ്പൂണിത്തറ. എന്താണ് വന്നത് പഠിച്ചേക്കാൻ ഓരോ അടുത്തത് നമ്മുടെ എല്ലാവരെയും രാജാവിന്റെ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ട് തൃപ്തിയടഞ്ഞൊരു നടന്ന ശ്രീ നെടുമുടി വേണു. അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാടുപെട്ട എന്റെ ഗുപ്തൻകുട്ടിയെ വളർത്തിക്കൊടുത്തത്. ഒരാള് പറയുന്നു ഗുപ്തൻകുട്ടിയെ തിരിച്ചു തരാതെ, വേറൊരാള് പറയുന്നു ഗുപ്തൻകുട്ടിയെ കൊന്നാളെ തിരിച്ചു തരാതെ. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറിയ ഒരു നടനാണ് ശ്രീ മാമുക്കോയ. അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് ശ്രദ്ധിക്കാം. അന്നോടെ പറഞ്ഞു വേണ്ട വേണ്ടാന്ന് നമ്മള് പോട്ടെ. ശ്രീ മാള അരവിന്ദൻ. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ലാലു ലക്സ്. അദ്ദേഹം ഒരു ഗാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. പേഴ്സണലായിട്ട് പറയുക, ഞാനൊരു പാട്ട് പാടാൻ വന്നതാ. ബാബാ മനോഹരഞ്ജിനി സുരാംഗന് സൂപ്പർ സുരാസുന്ദരി നവചരിതം കഥയ്ക്കും പ്രണയണ്ടയോ, കന്യാശ്രമത്തിൻ ഭാര്യ ശകുന്തളയോ. അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ജനാർദ്ദനൻ. പിടിക്കട്ടെ
നീ പൊട്ടപ്പരല്ല തങ്കപ്പൻ തങ്കമല്ലേ തങ്കം എടാ എഴുതോ നോക്ക് നിൽക്കാതെ ലവന്റെ കാല് തള്ളി ഒടിക്കണ. താങ്ക് യു. അടുത്തായി ഉത്സവ പറമ്പുകളിലേക്ക് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് റോക്കറ്റ് വിട്ട് നോക്കാം. റോക്കറ്റ്. ഇനി 2-3 ആൾക്കാർ നിരന്നിരുന്ന് റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. നമുക്ക് അടുത്തായി ഒരു മാലപ്പടക്കം തീ കൊടുത്താൽ എങ്ങനെയിരിക്കും നോക്കാം. താങ്ക് യു. ഒരു വേദിയിലിരിക്കുന്ന എല്ലാ മലയാളി അസോസിയേഷൻ ഭാരവാഹികൾക്കും എൻ്റെ ഫ്രണ്ട്സിനും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു.